സമ്മതിക്കില്ല ഞാൻ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു 1 ഡേയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫിനാലെ അടുക്കുകയാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ടുണ്ടാവുമോ അതിന് മുന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫിനാലയെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫിനാലയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ സീസണിൽ വേറൊരാളുണ്ട്, തഗ്ഗുകളുടെ രാജ് അത്ത തുമ്മിയതാണ്. അയ്യോ എന്തായിരുന്നു പറഞ്ഞ മൊത്തം പോയില്ല. എന്നാ തഗ്ഗുകളുടെ രാജകുമാരിയായ നാദിറ മെഹറിനും എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ. ഹലോ നിങ്ങക്ക് മനസ്സിലാവണം ഞാനാണെന്ന്. ആ ഹലോ അവളില്ലാതെ തന്നെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവണം അല്ലേ? ഇത് ഫിൽറ്റർ ഇടോ നീ? ആ ഞാൻ ഇടാം. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നല്ല ശാലീന സുന്ദരിയായിട്ട് വന്നിരിക്കണം. കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി. എത്ര ഒരു 8 months ആയി തോന്നുന്നു അല്ലേ? പിറകിൽ മറ്റൊരാൾ നടന്നു പോകുന്നു. അതെ. ശ്രീ മോഹൻലാൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ബിഗ് ഷോ ബിഗ് ബോസ്. ഈ ഷോ മലയാളികളുടെ പ്രിയ പ്രോഗ്രാമായി മാറിയത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 1000-ഓളം സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുള്ള പ്രോ ആൻഡ് എക്സ്പേർട്സുകളുടെ കൂടെ നിന്ന് ഡബ് ചെയ്യുക, സ്റ്റേജ് ഷെയർ ചെയ്യുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ആ ഒരു ഡബിങ്ങിന് പോയപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ സ്കിറ്റിൻ്റെ എല്ലാമായ ആളാണ് ദേ ഈ നിൽക്കുന്ന ലാൽ ബാബു ചേട്ടൻ. നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. സോറി ചേട്ടാ, ഇവര് ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതാ. എന്ത് പിടിച്ചിട്ടാണ് ഇവിടെ നിക്കണേ? എന്താണ് വേറെ എന്തൊക്കെ സാധനം ഉണ്ട്? ഞങ്ങള് ഭയങ്കര VIP കളായത് കാരണം എല്ലാവരുടെയും പേര് അനൗൺസ് ചെയ്തിട്ടല്ലേ പോണ അല്ല നാദിറ? മിസ്റ്റർ സൂരജ്, മിസ് റനീഷ. അതെ. की सुरक्षा सबसे महत्वपूर्ण। അങ്ങോട്ട് പോന്ന് കുറച്ചങ്ങോട്ട് പോകും. ഷൂട്ട്. സൂരജേട്ടാ റൂം അപ്പുറത്തല്ലേ, എന്തിനാ നാദിറയുടെ പിന്നല്ലേ നടക്കണേ? അറിഞ്ഞില്ല ഗൈസ്, അറിഞ്ഞില്ല. യൂട്യൂബ് വ്ളോഗ് ഞാൻ ഭയങ്കര. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉറങ്ങി എണീറ്റു. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായി. കാരണം ധന്യേച്ചിയെ കണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. വേറെ ആരും പറഞ്ഞതുമില്ല ധന്യേച്ചി ഉണ്ടെന്ന്. മാത്രമല്ല ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തില്ല, കുറേ നാളായി സംസാരിച്ചിട്ട്. പക്ഷേ ബിഗ് ബോസിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത്. കാണാം എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡിസ്കഷൻസ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം ധന്യേച്ചിയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അതും അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് അത് സംഭവം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ വേഗം ധന്യേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ കിട്ടുന്ന ടൈമിൽ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ചേച്ചിയും ഒരു US ട്രിപ്പിലായത് കാരണം
എനിക്ക് കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും വിളിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാം കഴിഞ്ഞ് ഫോൺ വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോളായിരിക്കും ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ റൂമിൽ വന്നിട്ട് ഞാൻ ചേച്ചിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ലാസ്റ്റ് ചേച്ചിയുടെ കണ്ണ് ഇങ്ങനെ അടയുന്നുണ്ടു. അപ്പോഴാണ് ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ്, നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പിരിഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ 9 മണിയായി. ഓരോരുത്തരെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാൻ പോകാന്നുള്ള പ്ലാനിങ്ങിലാണ്. ചേച്ചിക്ക് ഡാൻസ് പെർഫോമൻസ് ആണ്, ഞാൻ സ്കിറ്റിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണിക്കാം. ബൈ. ഹായ്, എവിടെയോ പാത്ത മാതിരി എടുത്തു കഴിഞ്ഞോ? ഫുഡ് എടുക്കുന്നില്ല. നിങ്ങൾ എടുക്കണം. ഡയറ്റിങ്ങില്ല. അല്ല, ഇതാണോ കരിച്ചു കളഞ്ഞ്? ഏതോരെണ്ണം അടുപ്പത്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. യോയോ ഒന്നും പറയുന്നില്ല, ഒരു യോയോ ഒന്നും പറയുന്നില്ല, ഏതില്ല. ഫൈനലിലെത്തിയ എല്ലാവർക്കും ഗൈസ്, ഇതിൽ എവിടെയാണ് ചായ കച്ചല്? പറയൂ, നിനക്ക് തോന്നിയിട്ടുണ്ടോ ചായ കച്ചല്? ഉണ്ടല്ലേ? ഉണ്ടോ? ഇത് ആരുടെ ഡ്യൂപ്പ? എന്താണ്ട് ദിൽഷയുടെ മമ്മി പറയുന്നത് 2 പേർക്കും പൊട്ടത്തരം ഉണ്ടെന്ന്. എനിക്ക് നന്നായിട്ടുണ്ട്. EVPയിലുള്ള ഈ സ്ഥലത്തിലാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ സെറ്റ് വരുന്നത്. ലാസ്റ്റ് ടൈം മുംബൈയിലായിരുന്നു, പക്ഷേ 2nd സീസണും 3rd സീസണിൻ്റെ ഒക്കെ സെറ്റ് ഇവിടെ തന്നെ ആയിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ബിഗ് ബോസ് ഹൗസൊക്കെ ദൂരെ നിന്ന് കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആൻഡ് അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു പ്രാക്ടീസ് സെഷനിലോട്ട് പോയി. നിന്നുറങ്ങാതെ വല്ലതും പറ. ഞാൻ ഉറങ്ങുന്നില്ല. ജിന്റെ പോലെ കള്ളം പറയാതെ ഉറങ്ങിയെങ്കിൽ ഉറങ്ങിയെന്ന് പറയണം. മാനം മാനം മാനം. 1 2 3 go. യെസ് വേഴ്സസ് അഖിലേട്ടൻ. വീണേച്ചി 2 3 go. എങ്ങനെ ഉണ്ടാകില്ലേട്ടാ? നല്ല പോറല്ലേ? നല്ല ഭംഗി. എന്തോ ഇത് ഒരുങ്ങാത്ത റിനീഷ് നേരിട്ടുണ്ട്. അത് ഫിൽറ്റർ ആണ്. എന്ത്? അപ്പൊ നിന്റെ ഫിൽറ്ററാ? ഗ്രൂപ്പിസ് ഒന്നല്ല, എല്ലാരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റേജിൽ കയറാൻ പോവാം. Just to check out 11. എല്ലാരും ഇൻ സെർച്ച് ഓഫ് ഫുഡ്. തൊട്ട് മുന്നേ ധനീച്ചോട് ആരോ പറഞ്ഞത്ര, അതായത് റെനീഷയാണ് വിന്നർ എന്നുള്ള രീതിയിൽ ധനീച്ചോട് ആരോ തമാശക്ക് പറഞ്ഞതാ. ധനീച്ച ഇങ്ങനെ വിളിച്ച് ചോദിച്ച സമയത്ത് അപ്പൊ ധനീച്ച് ഭയങ്കര ഇമോഷണൽ ആയി അമ്മയെ വിളിച്ചു പറഞ്ഞു. ആന്റി അവൾ കാണുന്ന പറഞ്ഞത്, എന്റെ വീട്ടിൽ എല്ലാവരും നെഞ്ചിൽ തന്നെ കയറുന്ന പറഞ്ഞു. അയ്യോ എന്നെ ഓർക്കി കിട്ടിയേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ധനീച്ച് ആന്റി നമ്മളെ പറ്റിച്ചതാ. അപ്പൊ അവര് കരഞ്ഞോണ്ടിരുന്നാണ്. എന്നാലും പക്ഷെ അവർ ഭയങ്കര ഹാപ്പി. ഇവിടാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ചേച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവാണ്. പ്രോഗ്രാമിന്റെ വിഷ്വൽസ് എടുക്കാൻ പാടില്ലാത്ത കാരണം അത് എടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ സ്കിറ്റ് തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിലോ TV-യിലോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. വീണേച്ചി, ആ കർഷകനാണ് കേട്ടിട്ടില്ലേ?
ഇത് 100-150 ഏക്കർ ഇവിടുത്തെ ലാൻഡ് പുള്ളിയുടെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഇത്രയും സ്ഥലം വിട്ടിറങ്ങനെ പുള്ളിയുടെ ആ ഒരു മനസ്സിൽ ഫ്രീ ആയിട്ട് കൊടുത്തു. പുള്ളിയുടെ സ്ഥലമായിരുന്നു അല്ലേ? രംഗണ്ണൻ. ഇങ്ങനെ സെൽഫായിട്ട് അഡ്മയർ ചെയ്യുന്ന நல்லா இருக்கா? இது எப்படி இருக்கு இந்த பட்டன்? இது അത് കണ്ടോ? താങ്ക് യു. ഹായ്. മലയാളികൾ അല്ലെങ്കിൽ പോലും അവർക്ക് നമ്മളെ മനസ്സിലായി എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇല്ലല്ലോ. இல்ல அவங்க கேக்குறது மலையாளம் தெரியுமான்னு இல்ல, அவங்கள உங்களுக்கு தெரியுமான்னு கேட்டாங்க. தெரியாதுல்ல? அவங்க தமிழ் பிக் பாஸே பாக்குறது இல்ல. இவங்க வந்து மலையாளம் பிக் பாஸ்ல பெரிய ഫേമസ് ആണ് அவங்க. എന്താ പൊണ്ണും മലയാള ബിഗ് ബോസ് വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. ശരിക്ക ബൈ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.